ഡോക്ടർ CJ റോയിയുടെ വിയോഗത്തിന് പിന്നാലെ തന്നെ ദുരൂഹതകൾ ഒരുപാടായിരുന്നു. ആ ദുരൂഹതകൾക്ക് പലതുമായി വളരെ പ്രധാനപ്പെട്ടതായിട്ട് പുറത്തു വന്ന ചോദ്യങ്ങളായിരുന്നു. അദ്ദേഹം സ്വയമേവ മരിച്ചതാണോ അതോ അദ്ദേഹത്തിനെ ആരെങ്കിലും വകവരുത്തിയതാണോ എന്നുള്ളത്. പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് പുറത്തു വന്നത്. CCTV ദൃശ്യങ്ങളിൽ അദ്ദേഹം മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് റെയ്ഡോ അത്തരത്തിലുള്ള മറ്റ് ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല, അദ്ദേഹം മരിക്കുന്നതിന് മുൻപിൽ യാതൊരു തരത്തിലുമുള്ള സമ്മർദ്ദമില്ല എന്നും IT ഉദ്യോഗസ്ഥർ മൊഴി നൽകിയും കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്, പിന്നെ എന്തിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള ചോദ്യങ്ങൾ നിരവധിയായിരുന്നു. ഒപ്പം തന്നെ റെയ്ഡ് നടക്കുന്ന ഇടത്താണെങ്കിൽ പിന്നെ എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് കതകടച്ച് കുറ്റിയിട്ട് അകത്ത് കയറാൻ കഴിയുക, ഒപ്പം തോക്ക് കയ്യിൽ സൂക്ഷിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്, മൊബൈൽ ഫോൺ എങ്ങനെയാണ് കയ്യിൽ സൂക്ഷിക്കാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ തന്നെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവ് ഇപ്പോൾ CJ റോയിയുടെ ക്യാബിനിൽ നിന്നും കിട്ടിയിരിക്കുകയാണ്. ആത്മഹത്യ കുറിപ്പാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. CJ റോയിയുടെ മരണവിവരം അറിഞ്ഞ് 3-ാം ദിവസമാണ് ആത്മഹത്യ കുറിപ്പുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങേയറ്റം വൈകാരികവും എന്നാൽ കൃത്യമായ പ്ലാനിങ്ങോടെയും തയ്യാറാക്കിയ കത്തിലെ വിവരങ്ങൾ പുറത്തു വന്നതോടെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഫസ്റ്റ് പ്രൈം എന്ന ഓൺലൈൻ പോർട്ടലാണ് ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. 9 പേജുള്ള കുറിപ്പെന്നാണ് സൂചന. കുടുംബത്തോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം അതുപോലെ തന്നെ തന്റെ ജീവനക്കാരെ എങ്ങനെ ആക്കണം, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്റെ പിൻഗാമി ആരായിരിക്കണമെന്നടക്കമുള്ള കാര്യവും ഈ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ മരിക്കുന്നതിനെ കുറിച്ചുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടില്ല. കുടുംബത്തോട് മാപ്പ്, വിശ്വസ്തരെ കൈവിടരുത് എന്നും പറയുന്നു. താൻ ഈ കടും കൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കാതെ തന്നെ കുടുംബത്തോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടാണ് കുറിപ്പ് തുടങ്ങുന്നത്. തന്നെ സ്നേഹിക്കുന്നവർ തനിക്ക് മാപ്പ് നൽകണമെന്നും അദ്ദേഹം കത്തിൽ കുറിച്ചു. കത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ജീവനക്കാർക്കും അദ്ദേഹം വലിയ പ്രാധാന്യം നൽകിയിട്ടുമുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പിൽ ദീർഘകാലമായി കൂടെ നിൽക്കുന്ന വിശ്വസ്തരായ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും തന്റെ മരണശേഷം തഴയരുത് എന്ന പ്രത്യേക അഭ്യർത്ഥന കത്തിലുണ്ട്. സ്ഥാപനത്തിന്റെ വളർച്ചയിൽ അവരുടെ പങ്ക് വലുതാണെന്നും അവർ എന്നും കൂടെ ഉണ്ടാകണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ബിസിനസ് പിൻഗാമി ആരെന്ന ചോദ്യത്തിനും കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. CJ റോയിയുടെ അഭാവത്തിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചുക്കാൻ ആര് പിടിക്കണം എന്നതിനെ കുറിച്ച് കുറിപ്പിൽ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ബിസിനസ് ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ വിഭജിക്കണം, ആരെയൊക്കെ ചുമതലപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ ഒരു നയരേഖയിൽ എന്ന പോലെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ കുറിപ്പിൽ നൽകിയിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. പണം കിട്ടാനുള്ളവരുടെ പട്ടിക, ഭാര്യയുടെ മൊഴി നിർണായകമാണ്. തനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാനുള്ള പണത്തെക്കുറിച്ചും നൽകാനുള്ള സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചും കത്തിൽ സൂചനയുണ്ട്. ഇതിനു മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ സാമ്പത്തിക രഹസ്യങ്ങളും ഇടപാടുകളും ഭാര്യയ്ക്ക് അറിയാമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെ 2 പേരുടെയും മൊഴി രേഖപ്പെടുത്താനാണ് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഉള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അന്വേഷണ സംഘം ആ ഒരു നീക്കത്തിലേക്ക് കൂടി കടക്കുകയാണ്. ആദായ നികുതി ഉദ്യോഗസ്ഥർ റെയ്ഡിന് ബാംഗ്ലൂരു കോൺഫിഡന്റ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് എത്തിയത് ജനുവരി 30-നായിരുന്നു. ഇതിനിടെ ഇന്നലെ 11 മണിയോടെ റെയ്ഡ് പ്രശ്നമാകുന്നു എന്ന് വ്യക്തമാക്കി ടു മച്ച് ട്രബിൾ എന്ന വിദേശത്തുള്ള സഹോദരൻ ബാബു റോയിക്ക് CJ റോയി സന്ദേശം അയച്ചതായും വിവരമുണ്ട്. ഇതിന് പിന്നാലെയാണ് റോയ് ജീവനൊടുക്കിയത് എന്നാണ് സൂചന. ദുരൂഹതകൾ അവസാനിക്കുന്നില്ല എന്ന് വ്യക്തമാകുന്നു. അതായത് ഇന്നലെ എന്ന് പറയുന്നത്, ഇന്നലെ അദ്ദേഹം കഴിഞ്ഞ 2 ദിവസം മുൻപ് ഈ റെയ്ഡ് നടക്കുന്നതിന്റെ തലേ ദിവസം അദ്ദേഹം അയച്ചതും പിറ്റേന്ന് അദ്ദേഹം അയച്ചതുമായിട്ടുള്ള വോയിസ് റെക്കോർഡുകളാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ദുരൂഹതകൾ അവസാനിക്കാതെ ഇരിക്കുകയാണ്. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. റെയ്ഡിനിടെ IT ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയെങ്കിലും ആത്മഹത്യാ കുറിപ്പിലെ സാമ്പത്തിക വിവരങ്ങൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ആർക്കൊക്കെയാണ് CJ റോയ് പണം നൽകാനുണ്ടായിരുന്നത്, ആരിൽ നിന്നൊക്കെയാണ് പണം വരാനുണ്ടായിരുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് SITയുടെ അടുത്ത ഘട്ട നീക്കം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ മൃതദേഹം അദ്ദേഹം ഏറെ സ്നേഹിച്ച ബനാഹട്ട് റോഡിലെ നേച്ചർ കാസ്ഗേഡിൽ സംസ്കരിച്ചു. ബൗറിംഗ് ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള വസതിയിലേക്ക് മൃതദേഹം എത്തിച്ചപ്പോൾ അവിടെ ഹൃദയസ്പർശിയായ രംഗങ്ങളായിരുന്നു. വീൽ ചെയറിൽ ഇരുന്ന് മകനെ കാണാൻ അമ്മ എത്തിയപ്പോൾ കണ്ടുനിന്നവർക്കും നൊമ്പരം അടക്കാൻ കഴിഞ്ഞില്ല. ഭാര്യയും മക്കളായ രാഹുലും
പ്രിയപ്പെട്ടവന്റെ അടുത്തുനിന്ന് മാറിയതേയില്ല. സിനിമാ വ്യവസായ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ രാവിലെ മുതൽ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരുന്നു. അച്ഛൻ വലിയൊരു മനുഷ്യനായിരുന്നു എന്നാണ് വിധിപ്പിക്കൊണ്ട് മകൻ രോഹിത് പറഞ്ഞത്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മകൻ രോഹിത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്റെ അച്ഛൻ വലിയൊരു മനുഷ്യനായിരുന്നു. മാധ്യമങ്ങൾ അദ്ദേഹത്തിന് നൽകിയ പിന്തുണയ്ക്ക് നന്ദിയുണ്ട്. അച്ഛന്റെ മരണമുണ്ടാക്കിയ നഷ്ടം വിവരിക്കാൻ പോലും കഴിയുന്നതല്ല. രോഹിത് വികാരധീരനായി പറഞ്ഞ വാക്കുകളായിരുന്നു. ആദായ നികുതി വകുപ്പിൽ നിന്നുള്ള സമ്മർദ്ദത്തെക്കുറിച്ച് അച്ഛൻ തങ്ങളോട് നേരിട്ടൊന്നും പറഞ്ഞിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്ത്യയാത്രയിൽ ഒഴുകിയെത്തിയ പ്രമുഖർ കർണാടക ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡി, പ്രമുഖ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ VK പ്രശാന്ത്, നടൻ മിഥുൻ രമേശ് തുടങ്ങി പ്രമുഖരുടെ നിര തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. അതേസമയം റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കോൺഫിഡന്റ് ഗ്രൂപ്പ് നടത്താനിരുന്ന വാർത്താ സമ്മേളനം ചൊവ്വാഴ്ചയിൽ നിന്ന് മാറ്റി പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. എന്തായാലും മകന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. Truly shocked of what happened, and I'm lost for words of how to explain what led him to reach to this point. But I would like to thank everyone for attending today and all the media for supporting him, as well as when he's no more with us.